ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർപ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി പറയണമെന്ന് തോന്നി. അപ്പൊ അമ്മേനെ വിളിക്കാം. അമ്മ വാ. നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ വന്ന് ഒരുപാട് പേര് പോസ്റ്റും വീഡിയോസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ട് ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അല്ലേ അമ്മ? ഒരുപാട് സന്തോഷം. നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? നമ്മ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോ അതായത് സ്കൂള് തുറക്കുന്ന സമയമാകുമ്പോൾ എന്റെ അമ്മയായാലും അച്ഛനായാലും ഒരുപാട് കിടന്ന് കഷ്ടപ്പെടാറുണ്ട്. അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ആ സ്കൂളിലേക്ക് ഇതെല്ലാം കൊണ്ട് വാങ്ങിച്ചു തന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് 1 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതിലൊരു പോർഷൻ നിങ്ങൾക്ക് തിരിച്ചു തരിക എന്നുള്ളത് എന്റെ കടമയാണ്. അപ്പൊ ആ കടമ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സോ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 1-2 ഗീവ് അവേ കൊടുത്തപ്പം കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് കൊടുത്തത്. അപ്പൊ അമ്മ പറഞ്ഞു ഇതൊന്നും ആർക്കും ഒരു ഉപകാരമില്ല. മേക്കപ്പ് ഒരു ഉപകാരമാണ്, എന്നാലും ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും ഒരെണ്ണം ചെയ്യണം എന്ന് അമ്മയുടെ ഐഡിയയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. അപ്പൊ നമുക്ക് ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നോക്കാം. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പോസ്റ്റ് വീഡിയോ ഒന്നും നമ്മൾ ഷെയറോ ലൈക്കോ ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരുന്ന ഈ ഒരു സ്നേഹം നാളെ ആ ഒരു നെഗറ്റീവിലേക്ക് നമുക്ക് ഒരുപാട് പോസിറ്റീവ് വന്നതിനകത്ത് അതിന്റെ ഇരട്ടി നെഗറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ കണ്ടന്റുകളും ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നാലും പിന്നെ അതൊരു നെഗറ്റീവിലേക്ക് വരുമല്ലേ. ഒരുപാട് നമ്മളെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സ്റ്റോറി പുറത്ത് വന്നോണ്ടാണ്. അങ്ങനെ പുറത്ത് വരാത്ത ഒരുപാട് ആളുകൾ കാണും. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ്. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇല്ലേ അമ്മ? ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ്. ഇതാണ് നമ്മള് ഈ ഒരു ഫേസിൽ ഹാപ്പി ആയിട്ട് ഇപ്പൊ ഇരിക്കുവാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ സംഭവം സർപ്രൈസ് ആയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാ കടകളിലും ഇപ്പം ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എവിടെ പോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട്, വീട്ടില് കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല. അച്ഛൻ ഓൾറെഡി ലോഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്റെ ബ്രദറും കൂടെയാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഹലോ. അത് തന്നെടാ, അത് തന്നെ. താങ്ക് യു. ഇത് ഗംഗ. ഗംഗ കൊല്ലത്താച്ചി വീട്. ജോമെട്രി ബോക്സ് ചിലപ്പം കുഞ്ഞു പിള്ളേരാണെങ്കിൽ അവർക്ക് ആവശ്യമില്ലാണ്ടായി പൂത്തില്. അപ്പം ജോമെട്രി ബോക്സ് വേണ്ട, പകരം ബോസോട്ടി മതി. ബോസോട്ടി, വേർ ഈസ് മൈ ബോസോട്ടി? ഇത് ബോസോട്ടി അല്ലേ, ജോമെട്രി ബോക്സ് അല്ലേ? ജോമെട്രി ബോക്സ് ചേച്ചി നോർമൽ ബോക്സ് ഒക്കെ ഉണ്ടോ? നോർമൽ പേനയും പെൻസിലൊക്കെ ഇട്ടിരിക്കുന്ന ബോക്സ്. ഇല്ല ഇല്ല. നമ്മളിനി ബാഗ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ്. ബാഗും വേണ്ടേ, ഇതാ ഞാൻ പറഞ്ഞ ബോക്സ്. ഇതൊക്കെ കൊള്ളായിരുന്നല്ലേ, ഇതൊക്കെ നല്ല ബാഗാന്ന് തോന്നുന്നു. ഇതൊക്കെ അത്യാവശ്യം ഇത് കൊള്ളാല്ലേ, കൊള്ളാം. പക്ഷെ ഗേൾസിനാണോ ബോയ്സിനാണോ കിട്ടുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട് രണ്ടുപേർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് വാങ്ങിക്കാം. ഇതെന്താ, വാട്ടർ ബോട്ടിലോ? ഇത് കൊള്ളായിരുന്നല്ലേ, വാട്ടർ ബോട്ടിൽ. ഇത് വേണോ നോർമൽ കുപ്പി വാങ്ങിക്കണോ? ഇത് അല്ല, റേറ്റിന്റെ അല്ല, നോർമൽ കുപ്പി വേണോ ഇത് വേണോ? വാ നമുക്ക് ഇതേപോലത്തെ കുപ്പി വാങ്ങിക്കാം. ഇതാവുമ്പം കുഞ്ഞുമക്കൾക്ക് തോനെ വെള്ളം കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പൊ ഇത് എനിക്കൊരു സാധനം വാങ്ങിക്കാം. അതേണ്ട ബോക്സ് പെട്ടി ഇതാണ്ട് ഇതുണ്ട്. ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കാം. ഗേൾസും ബോയ്സും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം എടുക്കാം. അപ്പം നമുക്ക് അകത്തോട്ട് പോയി എടുക്കാം. വാ. ആദ്യം ബാഗ് എടുക്കണം. ബാഗിന് ഇപ്പൊ ഭയങ്കര റേറ്റ് ആണ്. അപ്പം റേറ്റ് കുറച്ചിട്ടല്ല, കോംപ്രമൈസ് ചെയ്യുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെ എടുക്കണം. പക്ഷെ നമ്മളുടെ അഫോർഡബിൾ ആയിരിക്കണം. എനിക്ക് കുറച്ച് ബഡ്ജറ്റ് കുറവാണ്. അപ്പൊ നമുക്കങ്ങനെ നോക്കാം. ന്യൂട്രൽ ആയിട്ടുള്ള ബാഗ് എടുക്കുന്നത്, കാരണം ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റണം.
ഇതൊക്കെ 850 750 950 റേറ്റ്. നമ്മള് 950. ഇത് കൊള്ളാം, പക്ഷെ ഇതിന്റെ കളർ ഇച്ചിരി ഇതാണോ അതോ ഇത് മതിയോ? ഇത് കൊള്ളാമായിരുന്നു തോന്നുന്നു. ഇത് കൊള്ളാം അല്ലേ, നല്ല ബാഗല്ലേ, ഒരുപാട് ബുക്കൊക്കെ കൊള്ളുമല്ലോ. ഇതെടുക്കട്ടെ അപ്പോ? ഇത് ഇഷ്ടപ്പെട്ടാടാ? അല്ല, ആർക്കായാലും ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ എടുക്കണ്ട മോനെ, ന്യൂട്രൽ ആയിട്ട് എടുത്താൽ മതി. ബിക്കോസ് ഗേൾസിനാണോ ബോയ്സിനാണോ കിട്ടുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇതോ ഭയങ്കര റെഡ്, അത് ഭയങ്കര വലുതായി പോയില്ലേ? ചിലപ്പോൾ കുഞ്ഞു പിള്ളേർക്കാണ് കിട്ടുന്നതെങ്കിലോ. എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. കീപ് ഇൻ മൈൻഡ്. എന്തായാലും ഗൈസ് നമുക്ക് ഇങ്ങോട്ട് കാണിക്കാം. ഗൈസ് നമ്മളിത് ഇത് സെലക്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം വലിപ്പമുണ്ട്, പിന്നെ ഒരു കാണാനൊരു മെലിയൊക്കെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ദൈവം സഹായിച്ച് കുറച്ച് പേർക്കും കൂടെ എനിക്ക് ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വേറെ കളേഴ്സും വേറെ ഓപ്ഷൻസും എടുക്കാം. അപ്പൊ നമ്മൾ ബാഗ് ഇത് സെലക്ട് ചെയ്യുവാണേ. അപ്പൊ ഈ ബാഗിൽ സൂര്യമോൻ പറയുന്നതിനകത്ത് ബോൺ ടു റൈഡ്, കുറച്ച് മെയിൽ ഓറിയന്റഡ് ആയി പോയി. നീതി പുലർത്തുന്നില്ല. സ്ത്രീത്വം പോയി, പുരുഷനിത്വം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാരും ബോൺ ടു റൈഡ് ആണ്. ഗേൾസ് ഒക്കെ ബോൺ ടു റൈഡ് ആണ്. സോ ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പി, വെള്ളം കൊണ്ടുപോകാൻ കുപ്പി എടുക്കാം. ഇത് ആദ്യം സെലക്ട് ചെയ്ത് വെള്ളം കൊണ്ടുപോകാൻ നല്ല കുപ്പി ഏതാ മോനെ? ഇത് വേണം, അതായത് ഡിസൈൻ ഒന്നും ഇല്ലാത്തത് വേണോ, എന്തെങ്കിലും ഒരു ഡിസൈനും കൂടെ ഉള്ളത് വേണോ കുപ്പി? എല്ലാം കൂടെ വന്നു. ഡിസൈൻ ഉള്ളത് വേണോ, ഡിസൈൻ ഇല്ലാത്തത് വേണോ? പക്ഷെ ഒരു കാണാനൊരു ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ഭംഗി വേണ്ടേ? ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് ഇത് ബോസോട്ടി, നമ്മുടെ ഭാഷയിൽ ബോസോട്ടി. ബോസോട്ടി ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ആവണം. ഇതൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോയ ടീച്ചർമാരെല്ലാരും ബാക്കിയുള്ള കുട്ടികളും ഇതേ സാധനം തന്നെ കൊണ്ടുവരണ്ടേ? അതാണ് നമുക്ക് വേണ്ടത്. എന്താണ് ഈക്വൽ ആയിട്ട് ഇക്വാളിറ്റി വേണം. ഷൂട്ട് ബേറിൻ്റെത് കൊണ്ടുപോകുമ്പോൾ ചില ഇതൊക്കെ ആ കുട്ടി ക്ലാസ്സിൽ കൊണ്ടുപോകുമ്പോഴത്തേന് അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഒരു വിഷമം വരും. ഇത്രയും വലിയ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ. അപ്പം നമ്മളായിട്ട് ആർക്കും വിഷമമൊന്നും ഉണ്ടാക്കരുത്. ഹൗസിനകത്ത് ജനക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇത് ബോയ്സിന് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, ഗേൾസിന്റെ കുറച്ച് ഇതായിട്ടുള്ളതാണ്. ഇത് കണ്ടോ, അതൊക്കെ ഒന്നുമില്ല, വർക്കൊന്നുമില്ല. ഇത്രയും റേറ്റ് ഒന്നും അറിയത്തില്ലല്ലോ. കൊള്ളായിരുന്നല്ലേ? എൻ്റെ മേലെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വീഴുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത് കൊള്ളാമായിരുന്നല്ലേ? പക്ഷെ കളർ ഒരു ഫെയ്ഡ് പോയത് തോന്നുന്നു. പക്ഷെ നല്ലതായിരുന്നു. എനിക്ക് എന്താ അങ്ങോട്ട് സെലക്ട് ചെയ്യാൻ പറ്റാത്തതോ? ചേച്ചി ഫുള്ളായിട്ട് എടുക്കുന്നതല്ലേ, ഹോൾസെയിലായിട്ട് എടുക്കുന്നതല്ലേ? സോറി ചേച്ചി. ഇത് കൊള്ളാവോടാ? ഇതിൻ്റെ അകത്ത് സ്നാക്സ് വെക്കാനും ഫുഡ് വെക്കാനും വേണ്ടി. കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ ഓക്കെ, വലിയ പിള്ളേർക്കാണ് കിട്ടുന്നെങ്കിൽ അവർക്ക് നഷ്ടമാണ്. ഈക്വലായിട്ട് കൊണ്ടുപോകാൻ എടുക്കും. ഇതോ ഇതോ ഇത് 220. ആ ഓക്കെ ഓക്കെ. ഇത് ഓക്കെയാണോ മോനെ? ഇതാണോ ഇതാണോ കുറച്ചുകൂടെ ബെറ്റർ? ഇതിനകത്താകുമ്പോൾ ഇങ്ങനെ സ്നാക്സ് ഇടാനുള്ളൊരു സാധനമുണ്ട്. ഇതിനകത്താകുമ്പോൾ അതൊന്നുമില്ല. ഇതല്ലേ കുറച്ചുകൂടെ ബെറ്റർ? ഇതെടുക്കാം. ഇൻ കേസ് വലിയ കുട്ടികൾക്കാണ് ഇത് കിട്ടുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് എന്തായാലും ചോറ്റോത്രം കൊണ്ടുപോയിരിക്കുമല്ലോ. അപ്പം ഉച്ചയ്ക്കോ മുമ്പ് ബ്രഞ്ചിന് എന്തെങ്കിലും ബിസ്ക്കറ്റോ ബ്രെഡോ ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഇത് എടുത്തോണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ടൈം ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. ഇതൊക്കെയോ സെയിം റേറ്റ് ആണോ? ആ 139 100. അപ്പൊ ഇതെടുക്കായിരുന്നല്ലേ? നമുക്ക് കുറച്ച് സൈസ് വലുതാ. ഇൻ കേസ് വലിയ പിള്ളേർക്കും കൊണ്ടുപോവാം സ്കൂളിൽ അല്ലേ? അപ്പൊ ഇതെടുക്കാം. ആ അത് പക്ഷെ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഇത് കൊണ്ടുപോടാ. പക്ഷെ ഒരു 5ലോ 6ലോ 7ലോ വരെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് കൊണ്ടുപോകല്ലോ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂട് ഫുഡ് വെക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് ഭയങ്കര റേറ്റ്, എൻ്റെ കൈ താങ്ങുന്നില്ല അത്.
തൽക്കാലം നിങ്ങൾ ലഞ്ചിന് മറ്റേ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് ഇത് ഉപയോഗിക്കുക. നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫുഡ് കൊണ്ടുപോകാൻ ലഞ്ചല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാനുള്ള എടുത്ത്. ഇനി എന്തോ ഒരു കൊച്ചിന് ആവശ്യമായിട്ടുള്ള സാധനം സ്കൂളിൽ ബാഗ് എടുത്ത്, ബുക്ക് എടുത്ത്, പെൻസിൽ എടുത്ത്, ഒരു പേന എടുത്ത്, മറ്റേ ഇറേസറൊക്കെ എടുത്ത്, ബോസോട്ടി എടുത്ത്, പിന്നെ കുപ്പി എടുത്ത് മറ്റേ ഇടയ്ക്ക് ബ്രഞ്ചോ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു സാധനം എടുത്ത്, പിന്നെന്തുവാ റെയിൻകോട്ട് വേണം. അത് ശരിയാ, വാ റെയിൻകോട്ട് വാ പിന്നെ നമുക്ക് റെയിൻകോട്ട് നോക്കാം. ശരി ആയി ഡിസ്ചാർജ് ആയി. കാവനാടാ ചേച്ചി. ഇത്രയും വലുത് വേണം. സ്റ്റീലിന്റെ തട്ടം വാങ്ങിക്കാം. മറ്റേ പ്ലാസ്റ്റിക്കിലാകുമ്പോ ഫുഡ് ചൂട് കൊണ്ടുവരുമ്പോ ചീത്തയാവത്തില്ല. നൊക്ലാജിയാ പൊന്നെ വീഡിയോക്കകത്ത് വന്ന അത്ര ആളുകൾ കാണുക ഇങ്ങനെ. നിങ്ങളൊക്കെ പറയുന്നത് ഞാനൊരു തന്റേടിയാണെന്നാണ്. തന്റേടിയാന്നല്ല കൊടുക്കേണ്ട പരിപാടി. അതിനെല്ലാം ലൈക്ക് അടിക്കാൻ വിടുന്നുണ്ടല്ലോ. നീ കാണണം കാവനാട്. എന്താ പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ നാട്ടിൽ നിന്ന്? പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങനെ ആവാതിരിക്കും? ഇല്ല, അതൊരു മാക്സിമം ഒരു 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കേ. ഇപ്പൊ അധികം പിള്ളേർ ഫുഡ് കഴിക്കാറില്ലല്ലോ സ്കൂളിൽ കൊണ്ടുപോയി. ഞാൻ എടുത്തത് ഇതായിരുന്നേ, പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടേ അതാ. സ്റ്റീലാകുമ്പോ പിന്നെ എപ്പോ വേണേലും യൂസ് ആക്കാലോ. ഈ കുട ഇത്രയും വലിയ ഇത് വേണോ? കുഞ്ഞു മക്കളാണെങ്കിൽ ഇത്രയും വലിയ കുട വേണ്ടി വരുമോ? എന്തായാലും വാങ്ങിച്ചേക്കാം അല്ലേ. അപ്പൊ കുടയും കൂടെ വാങ്ങിച്ചു. ഇപ്പൊ ബാഗ് വാങ്ങിച്ചു, ബുക്ക് വാങ്ങിച്ചു, പെൻസില്, പേന, ടിഫിൻ ബോക്സ്, കൊട, പിന്നെ നമ്മൾ വാങ്ങിച്ച ബാഗ്, ബോസോട്ടി എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാവുമ്പോഴോ രണ്ടിനും വലിയ വ്യത്യാസമില്ല. അപ്പൊ അത് കൊടുക്കാം. ഇത് കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ അമ്മയ്ക്ക് കൊടുക്കട്ടെ, വലിയ കുട്ടികളാണെങ്കിൽ കൊണ്ടുപോട്ടെ. അല്ല, ഇതിപ്പോ 4ാം ക്ലാസ് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഇച്ചിരി മുതിർന്ന് കഴിഞ്ഞാൽ പിള്ളേർ പ്രിന്റ് ഉപയോഗിക്കുന്നില്ല, കൊടക്കാനൊക്കെ. അപ്പൊ അത് തന്നെ എടുക്കാം. അപ്പൊ അതെല്ലാം സെറ്റായി. ഇപ്പൊ വാങ്ങിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നെയിം സ്ലിപ്പ് വേണ്ടേ? നെയിം സ്ലിപ്പ് വേണം, ബ്രൗൺ പേപ്പറും വേണം. അത് രണ്ടും കൂടെ വേണം. ചേച്ചി നെയിം സ്ലിപ്പ് എവിടെ? ഫ്രണ്ടിലത്തല്ലേ? ബ്രൗൺ പേപ്പറും അവിടെയാണ്. പിന്നെ വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. എന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ കയ്യിലിരിക്കുന്നത്. എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ബാഗും ബുക്കും പേനയും പേപ്പറും ബോക്സ് ഒട്ടിയും ലഞ്ച് ബോക്സും എല്ലാം ഉണ്ട്. ഇനി നെയിം സ്ലിപ്പും ബ്രൗൺ പേപ്പറും കൂടെ വാങ്ങിക്കാം. ബാ. നാട്ടുകാരൊക്കെ നോക്കുന്നു. നാട്ടുകാരായിരിക്കും ഇവിടെ എന്ത് വൈ കാണിക്കുന്നത്? കുറച്ച് ബാഗും 2 ബാഗൊക്കെ ഇട്ടുണ്ട്. വട്ടാണെന്ന് തോന്നുന്നു, വട്ട്. ഞാൻ പിള്ളേർക്ക് കുറച്ച് ബാഗും ബുക്കും എല്ലാവരും വീട്ടിലുണ്ട്. താങ്ക് യു. ശരി ചേട്ടാ. ബ്രൗൺ പേപ്പർ ഈ പ്ലാസ്റ്റിക്കിന്റെ വേണോ മറ്റേ നോർമൽ ബ്രൗൺ പേപ്പർ മതിയോ? ഇതൊരു സെറ്റ് എടുക്കണോ അതോ ഒരു കവർ എടുക്കാന്നോ? അപ്പൊ ഇത് നോക്കാം നമുക്ക്. ഇത് പറ്റുമെങ്കിൽ ഒരു കവർ എടുക്കാം. ഈ നെയിം സ്ലിപ്പും വേണ്ടേ? നെയിം സ്ലിപ്പ് ഒരു കവർ എങ്ങനെ എടുത്താൽ പോരെ? ചോദിച്ചു നോക്കാം. ഇത് ലൂസായിട്ട് എടുക്കണ്ടേ? നമുക്ക് ഫുള്ളും കൂടെ വേണ്ടല്ലോ നെയിം സ്ലിപ്പ്. 4 ലൈൻ ഒന്നും നമ്മൾ വാങ്ങിച്ചില്ലല്ലോ. കുഞ്ഞു മക്കളാണെങ്കിൽ 4 ലൈൻ വേണ്ടേ? ഒരു 4 ലൈനും കൂടെ എടുത്തേക്കാം. ബാഗും ബാക്കി സാധനം അവിടെ പോയി വാങ്ങിച്ചു. നെയിം സ്ലിപ്പ് മറ്റേ ഇതായിട്ട് കിട്ടത്തില്ലല്ലോ അല്ലേ? പാക്കറ്റ് ആയിട്ട് കിട്ടത്തുള്ളല്ലോ. അതും അവിടെ സിംഗിൾ ആയിട്ടുണ്ടാണല്ലോ.
33, 41, 111, നെയ്സ്ലിപ്പ് ലൂസ് എത്ര ഉണ്ട്? നെയ്സ്ലിപ്പ് ലൂസ് ഒരു 4 എടുത്തേര് ചേട്ടാ. റാൻഡം ആയിട്ട് അങ്ങ് എടുത്തോ. അപ്പൊ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ബാഗ്, ബുക്ക്, പെൻസില്, പേന. ഓ ശരി. വീട് കാവനാട്. കൊല്ലത്താ വീട്. ഞങ്ങള് ആൽത്തറമൂട് കഴിഞ്ഞ അടുത്ത സ്റ്റോൺ. ശരി പോട്ടെ. ബാ. സോ നമ്മൾ ഇനി എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയുടെ കൈ കൊണ്ട് തന്നെ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഉള്ളിൽ പോയപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് കൈയൊക്കെ തന്ന് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ഇഷ്ടമാണ്. നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞുതരാം. ഇതൊരു ബാഗാണ്. ഇത് ബാഗ് ഏത് സൈസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 5 മുതൽ 10ാം ക്ലാസ് വരെ പറ്റുന്ന ഇതിൽ ഒരു കോച്ചിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ രീതിക്കാണ് ബാഗ് വാങ്ങിച്ചത്. നല്ല സൂപ്പർ ബാഗ്, നല്ല ക്വാളിറ്റി. അതുകൊണ്ട് ക്വാളിറ്റിയുടെ ബാഗ് വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോക്സ് വാങ്ങിച്ചായിരുന്നു. പക്ഷെ പ്ലാസ്റ്റിക് വേണ്ട. അപ്പൊ ഞങ്ങൾ ഇത് വാങ്ങിച്ചു. പിന്നെ ഇത് കുപ്പി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 5ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ മറ്റേ പിള്ളേർക്ക് ഇതൊക്കെ മതി. പിന്നെ ഇതൊരു പൗച്ച്. പിന്നെ ഇത് കുറച്ച് നോട്ട്ബുക്ക്. ഇനി കുറച്ച് നോട്ട്ബുക്ക് ഉണ്ട്. ഇത് ക്യാമലിന്റെ ആണ്. പിന്നെ ഇത് മറ്റേ മൈക്രോബറും കട്ടറും അതൊക്കെ പരിപാടിയെല്ലാം. പിന്നെ ഇത് ഒരു കവർ പെൻസിൽ. എൻ്റെ ഒരു കവർ പേന ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് വേറെ കവറിനകത്താണ്. ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇത് ബുക്ക് പൊതിയിടാൻ വേണ്ടിയിട്ട് പേപ്പർ. ഇതിപ്പോ ഇങ്ങനൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിപ്പോ മഴ നനയത്തില്ല. പിന്നെ കുറച്ച് നെയിം സ്ലിപ്പ് റാൻഡം ആയിട്ട് എടുത്തതാ പല ഇത് വെച്ചിട്ട്. പിന്നെ വീണ്ടും ഒരു നമ്മൾ 4 ലൈൻ ഒക്കെ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 4 ലൈനും ഒരു വരയുള്ള ബുക്കും പിന്നെ 2 വെള്ള ബുക്കും എല്ലാം ചേർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒരാൾക്ക് സ്കൂൾ വർക്കിനുള്ള എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും ആയില്ലേ. ഡപ്പ ഇത് മതി കേട്ടോ. കാരണം പ്ലാസ്റ്റിക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഒരു കാര്യം പറയണം. ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ഇപ്പൊ ഒരാൾക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉള്ളു. പക്ഷെ ദൈവം സഹായിച്ച് കുറച്ചും കൂടെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ 1 എന്നുള്ളത് 3 എണ്ണമെങ്കിലും ആക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റില്ല. ദൈവം സഹായിക്കട്ടെ. ഒരു 3 പേർക്ക് കൂടെ ഇത് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നോക്കാം നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പം ബാഗ്, നോട്ട്ബുക്ക്, നെയിം സ്ലിപ്പ്, ബ്രൗൺ പേപ്പർ, ലഞ്ച് ബോക്സ്, പെൻസ്, പേന, പൗച്ച്, കൊട, പിന്നെ വാട്ടർ ബോട്ടിൽ, അങ്ങനെ കുറെ ഐറ്റംസ് ആണ് നമ്മൾ. അതായത് ഒരു സ്കൂൾ തുറപ്പിൽ ഒരു കുട്ടിക്ക് കൊണ്ടുവരാനുള്ള ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പക്ഷെ ഇത് ഒരാൾക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും മേ ബി 3 പേർക്ക് കൊടുക്കാൻ നമ്മൾ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അർഹതപ്പെട്ടവരുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ ചുറ്റുപാടിൽ അങ്ങനെ വീഡിയോ കാണുന്നവർ മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അല്ലടി, നമ്മുടെ വീഡിയോ ചിലപ്പോ ഇങ്ങനെ പോകുന്ന വഴിക്ക് ആരെങ്കിലും വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്ന ആരെങ്കിലും ഏരിയയിൽ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ സ്കൂൾ വർക്കുമ്പോൾ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം. നമുക്ക് അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ 25-നോ 26-നുള്ളിലോ ആയിരിക്കും നമ്മൾ ഇതിന്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. കാരണം ജൂൺ 3-നോ ഒക്കെ ആയിരിക്കും മേ ബി സ്കൂൾ തുറക്കുന്നത്. അപ്പൊ ആ ടൈമിൽ മുമ്പ് നമുക്ക് എത്തിച്ചു കൊടുക്കണം. സോ അപ്പൊ നിങ്ങൾ അർഹതപ്പെട്ടവർ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഈ സാധനം ഒരു 3 പേർക്ക് കൂടെ കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ 10 എന്റെ കയ്യിൽ തന്ന മൈക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സൗണ്ട് കിട്ടും? ഓക്കെ. അപ്പൊ ടാറ്റ ബൈ ബൈ. ഇത്രയേ ഉള്ളൂ എന്റെ വ്ളോഗ്. വലിയൊരു സംഭവമൊന്നുമല്ല, കുഞ്ഞു സംഭവമാണ്. പക്ഷെ അതൊരു വ്ളോഗാക്കി ഇട്ടതാണ്. കാരണം ഷോർട്സിൽ ഇത്രയും കൂടെ കേട്ടത്തെ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. സ്നേഹിക്കുന്നതിനൊക്കെ ഒരുപാട് താങ്ക് യു.